വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ടൂൾസിനെ കുറിച്ചാണ്. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം മുതൽ എന്നോട് പലരും ചെയ്യാൻ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ് ഈ ടൂൾസിൻ്റെ വീഡിയോ. പക്ഷേ അന്നൊന്നും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ചുകൂടി ടൂൾസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഈ വീഡിയോ ഇത്ര ലേറ്റായി പോയത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ടൂൾസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ടൂൾസ് വേണം, ഏത് ടൂൾ എപ്പോൾ എവിടെ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ടൂൾസ് വാങ്ങാം, ഏതൊക്കെയാണ് നല്ല ടൂൾ ബ്രാൻഡ്സ് തുടങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിലോ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാനത് തീർച്ചയായും പറഞ്ഞുതരാം. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എന്നോട് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കാർ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അഥവാ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും പറ്റും എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. ചിലപ്പോൾ നിങ്ങൾ വണ്ടി കൊണ്ട് കൊടുക്കുന്ന സർവീസ് സെൻ്ററുകളേക്കാൾ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ വേണം. അതിലാദ്യത്തേതാണ് നോളജ്. നിങ്ങൾ വണ്ടിയിൽ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ആ ചെയ്യാൻ പോണ കാര്യത്തെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചെയ്യാൻ പോണ സ്റ്റെപ്സിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഇല്ലാതെ നമ്മൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പല അബദ്ധങ്ങളും പറ്റുന്നത്. സോ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ടും അതിൻ്റെ സ്റ്റെപ്സിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക, എന്നിട്ട് മാത്രം അത് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പ്രോപ്പർ ടൂൾസ് വേണം. ഏതെങ്കിലും ഒരു ടൂൾ സെറ്റ് വെച്ച് നിങ്ങളുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് തെറ്റാണ്. അത് ഒരിക്കലും നടക്കില്ല. കാരണം ഓരോ ടൈപ്പ് ടൂൾസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെസിഫിക് സിറ്റുവേഷൻസിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ടൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കോമൺ സെൻസ് വേണം. അതായത് ഏത് ടൂൾ എപ്പോൾ എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളൊരു കോമൺ സെൻസ്. ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടെന്ന് പറഞ്ഞ് നമുക്കും സ്വന്തമായിട്ട് വണ്ടികളൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടാസ്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം എന്ന് നിങ്ങളെ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു DIYറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് 3 കാര്യങ്ങളാണ്. അതിലേറ്റവും ആദ്യത്തെ നോളജ്. ആ നോളജാണ് ഈ യൂട്യൂബ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ബാക്കിയൊക്കെ നിങ്ങളാണ് ചെയ്യേണ്ടത്. യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള തിയററ്റിക്കൽ നോളജ് കിട്ടും. പക്ഷേ ഒരു പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടില്ല. നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ഒരു യൂട്യൂബ് വീഡിയോ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ടൂൾസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങളാണ് സ്ക്രൂസും ബോൾട്സും നട്ട്സും. ഇത് നമ്മളെ വണ്ടിയിൽ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്ക്രൂസും ബോൾട്സും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് വളരെ പരിചയമുള്ളൊരു സ്ക്രൂ ടൈപ്പ് ആയിരിക്കും ഇത്. ഇതിൻ്റെ പേരാണ് സ്ലോട്ടഡ് ഹെഡ്. നമ്മുടെ നാട്ടിലുള്ളവർ ഇതിനെ മൈനസ് ഹെഡ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡ്രൈവറിനെ പറയുന്ന പേരാണ് ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ. അടുത്ത സ്ക്രൂ ടൈപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതും നിങ്ങൾക്ക് വളരെയേറെ പരിചയമുള്ള ഒന്നായിരിക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രോണിക്സിലും ഈ ഒരു ടൈപ്പ് സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് സ്ക്രൂസിനെ വിളിക്കുന്ന പേരാണ് ഫിലിപ്സ് ഹെഡ് സ്ക്രൂ. ഈ സ്ക്രൂസ് ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രൈവറിനെ വിളിക്കുന്ന പേരാണ് ഫിലിപ്സ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ. പിന്നെയുള്ള അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന ടോർക്സ് ആണ്. നമ്മുടെ നാട്ടിലുള്ള ജർമ്മൻ കാർസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ടോർക്സ് ആണ്. ഈ ടോർക്സിൻ്റെ ഡ്രൈവേഴ്സ് 3-4 ടൈപ്സ് ഉണ്ട്. ഒരു ചെറിയ ടോർക്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ടൈപ്പ് ടോർക്സ് ഡ്രൈവർ യൂസ് ചെയ്യാം. അതല്ല കുറച്ചുകൂടി വലുതാണെങ്കിൽ നമുക്കൊരു ടോർക്സ് കീ സെറ്റ് അവൈലബിൾ ആണ്. അതല്ല അതിനേക്കാൾ ഒരുപാട് വലിപ്പമുള്ളതാണെങ്കിൽ നമുക്കൊരു സോക്കറ്റ് ടൈപ്പ് ടോർക്സും അവൈലബിൾ ആണ്. ഈ ടൈപ്പ് ടോർക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് T എന്ന അക്ഷരത്തിലാണ്. അതായത് ഫോർ എക്സാമ്പിൾ T25, T35, T40, T45 അങ്ങനെ പോകും. ഈ ടോർക്സിന് 2-3 വേരിയൻ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടത് ടോർക്സിൻ്റെ ഏറ്റവും ബേസിക് വേരിയൻ്റ് ആണ്. ഇനിയുള്ള അടുത്ത വേരിയൻ്റ് എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി ടോർക്സ്. സെക്യൂരിറ്റി ടോർക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയ പ്രൊജക്ഷൻ ഉണ്ട്. ആ ഒരു പ്രൊജക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നോർമൽ ടൈപ്പിലുള്ള ഒരു ടോർക്സും നമുക്കിന്നത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്. അത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ടോർക്സ് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെക്യൂരിറ്റി ടോർക്സ് എന്ന് വിളിക്കുന്നത്. പിന്നെയുള്ള വേറെ ടൈപ്പ് ടോർക്സ് ആണ് എക്സ്റ്റേണൽ ടോർക്സ്. നിങ്ങൾക്കൊരു പക്ഷേ അത്ര കണ്ട് പരിചയമില്ലാത്തൊരു ടൈപ്പ് ആയിരിക്കും ഈ ടൈപ്പ് എക്സ്റ്റേണൽ ടോർക്സ്. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലെ പല വണ്ടികളിലും എഞ്ചിൻ സൈഡിലും ഗിയർ ബോക്സ് സൈഡിലും ഒക്കെ ഈ ടൈപ്പ് ടോർക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റിൻ്റെയും ബീറ്റിൻ്റെയും എൻജോയുടെ എല്ലാം ക്രാങ്ക് പുള്ളിയുടെ മെയിൻ ബോൾട്ട് ഈ ടൈപ്പ് ടോർക്സ് ആണ് വരുന്നത്. ഈ ടൈപ്പ് ടോർക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് E എന്ന ലെറ്ററിലാണ്. ഫോർ എക്സാമ്പിൾ ഈ ടൈപ്പ് ടോർക്സിൻ്റെ സോക്കറ്റ്സ് വരുന്നത് E18, E19, E20 അതുപോലുള്ള സൈസിലാണ്.
അടുത്ത ടൈപ്പാണ് ഹെക്സ് സ്ക്രൂ അഥവാ അലൻ സ്ക്രൂ. നിങ്ങൾ സ്പോർട്സ് ബൈക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ സ്ക്രൂ നല്ല പരിചയം കാണും. നമ്മുടെ ബൈക്സിൻ്റെ ഒക്കെ ബോഡിയിലും കിറ്റിലും എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് സ്ക്രൂസ് ആണ്. ഈ ടൈപ്പ് സ്ക്രൂ ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീ സെറ്റിനെ ഹെക്സ് കീ സെറ്റ് അഥവാ അലൻ കീ സെറ്റ് എന്ന് വിളിക്കും. ഇതൊരു സോക്കറ്റ് ബിറ്റായിട്ടും അവൈലബിൾ ആണ്. അതിനെ ഹെക്സ് ബിറ്റ് എന്ന് പറയും. നമുക്കിനി പരിചയപ്പെടാനുള്ളത് ഹെക്സ് ബോൾട്സിനെ കുറിച്ചാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പൺ ആൻഡ് സ്പാനർ ആയാലും റിംഗ് സ്പാനർ ആയാലും പ്ലാനർ സ്പാനർ ആയാലും സോക്കറ്റ് സെറ്റ്സ് ആയാലും അതെല്ലാം ഈ ഒരു ടൈപ്പ് ഹെക്സഗണൽ നട്ട്സും ബോൾട്സും എല്ലാം ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഈ ടൈപ്പ് ബോൾട്ടിന്റെ മറ്റൊരു വേരിയന്റ് ആണ് ബൈ ഹെക്സ് ബോൾട്ട്. ഈ ബോൾട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ ഹെക്സ് ബോൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹെക്സ് ബോൾട്ടിന് 6 കോൺടാക്റ്റിംഗ് പോയിന്റ്സ് ആണ് ഉള്ളത്. എന്നാൽ ഒരു ബൈ ഹെക്സിന് 12 കോൺടാക്റ്റിംഗ് പോയിന്റ്സ് വരും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വണ്ടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നട്ട്സും സ്ക്രൂസും ബോൾട്സും എല്ലാം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്സ് ആണെങ്കിലും ഇതിൽ പെടാത്ത വേറെയും ടൈപ്സ് ഉണ്ട്. പക്ഷേ അതൊന്നും അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. നമുക്കിനി നമ്മുടെ വണ്ടികൾ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ടൂൾസ് വേണമെന്ന് നോക്കാം. നിങ്ങൾക്കൊരു പക്ഷേ ഏറ്റവും പരിചയമുള്ള ഒരു സ്പാനർ ടൈപ്പ് ആയിരിക്കും ഇത്. ഈ ടൈപ്പ് സ്പാനറിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ആൻഡ് സ്പാനർ. നമ്മുടെ വണ്ടികളൊക്കെ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ ഓപ്പൺ ആൻഡ് സ്പാനർ. ഈ ടൈപ്പ് സ്പാനർ നമ്മുടെ നോർമൽ ഒരു യൂസിനാണെങ്കിൽ ഒരു 8-22 വരെയുള്ള സൈസ് നമുക്ക് ആവശ്യമാണ്. 8-22 എന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്പാനർ സൈസ് ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇതിനേക്കാൾ വലുത് യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. അത് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ മാത്രമേ അതിൻ്റെ ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അഥവാ ഒരു ആവശ്യം വരെയാണെങ്കിൽ തന്നെ നമുക്കതൊരു സിംഗിൾ പീസായിട്ട് വാങ്ങാൻ കിട്ടും. 8-22 mm വരെയുള്ള ഒരു നല്ല ഓപ്പൺ ആൻഡ് സ്പാനർ സെറ്റിന് ഏകദേശം ഒരു 250-350 റുപ്പീസിനകത്ത് വരും റേറ്റ്. ഓപ്പൺ ആൻഡ് സ്പാനർ വളരെ യൂസ്ഫുൾ ആയ ഒരു ടൂളാണെങ്കിലും അതിലൊരു നെഗറ്റീവ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ആൻഡ് സ്പാനറിന് 2 കോൺടാക്റ്റിംഗ് പോയിന്റ്സ് ആണുള്ളത്. എന്നാൽ നമ്മുടെ നോർമൽ ഹെക്സ് ബോൾട്സിന് 6 കോൺടാക്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. സോ നമുക്ക് ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അഥവാ ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് മുഴുവൻ ഈ 2 കോൺടാക്റ്റിംഗ് പോയിന്റ്സ് മാത്രം വരുന്നതുകൊണ്ട് തന്നെ ആ പോയിന്റ് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. സോ ഇതാണ് ഒരു നോർമൽ ഓപ്പൺ ആൻഡ് സ്പാനറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാനാണ് റിംഗ് സ്പാനർ ഉള്ളത്. റിംഗ് സ്പാനറിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് 12 പോയിന്റ് അഥവാ ബൈ ഹെക്സ് ആണ്. റിംഗ് സ്പാനറിന് 6 പോയിന്റ് വേരിയന്റ് ഉണ്ടെങ്കിലും 12 പോയിന്റ് ഇത്ര ഫേമസ് ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 12 പോയിന്റിനകത്ത് നമുക്ക് ഹെക്സ്, ബൈ ഹെക്സ്, സ്ക്വയർ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 6 പോയിന്റിനകത്ത് നമുക്ക് ഹെക്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. 12 പോയിന്റ് റിംഗ് സ്പാനറിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഹെക്സ് ബോട്ടിലൊക്കെ ഇത് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്ലിപ്പ് ആവാൻ നേരത്ത് നമ്മുടെ ഹെക്സ് ബോട്ടിൻ്റെ എല്ലാം കോൺടാക്റ്റിംഗ് പോയിന്റ്സ് എല്ലാം ഡാമേജ് ആവും. അപ്പോൾ അത് ഈ ഒരു 12 പോയിന്റ് റിംഗ് സ്പാനറിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനിയുള്ള വേറെ ടൈപ്പ് സ്പാനറാണ് ഫ്ലെയർനെറ്റ് സ്പാനർ അഥവാ ബ്രേക്ക് ലൈൻ സ്പാനർ. ഈ കാണുന്നതാണ് ഒരു ഫ്ലെയർനെറ്റ് സ്പാനർ. നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ലൈൻസിലും അതുപോലുള്ള ഫ്ലൂയിഡ് ലൈൻസിലും ഒക്കെയാണ് ഈ ഒരു ടൈപ്പ് സ്പാനർ യൂസ് ചെയ്യുന്നത്. ഫ്ലെയർനെറ്റ് സ്പാനറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ ഒരു എക്സ് ബോൾട്ട് വേണ്ട 6 കോൺടാക്റ്റിംഗ് പോയിന്റിൽ 2 കോൺടാക്റ്റിംഗ് പോയിന്റ് മാത്രമാണ് ഇല്ലാത്തത്. ബാക്കി എല്ലാ കോൺടാക്റ്റിംഗ് പോയിന്റും ഉണ്ട്. കോൺടാക്റ്റിംഗ് പോയിന്റിൻ്റെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു ഓപ്പൺ സ്പാനറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഓപ്പൺ സ്പാനർ 2 കോൺടാക്റ്റിംഗ് പോയിന്റേ ഉള്ളൂ. ബ്രേക്ക് ലൈൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ റെയർ ആയിട്ടേ ഓപ്പൺ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഏരിയാസിലൊന്നും അധികം കൈവയ്ക്കാത്തതുകൊണ്ട് തന്നെ ഈ നട്ടെല്ലാം തുരുമ്പിച്ച് സ്റ്റക്കായിട്ടിരിക്കാനായിട്ട് ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മളൊരു ഓപ്പൺ ആൻഡ് സ്പാനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് 2 കോൺടാക്റ്റിംഗ് പോയിന്റ് മാത്രം വരുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ നട്ടൊക്കെ ഡാമേജ് ആയി പോകും. സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരാതെ ഈസി ആയിട്ട് ഈ നട്ട് ഊരിയെടുക്കാനാണ് ഈ ഫ്ലെയർനെറ്റ് സ്പാനർ യൂസ് ചെയ്യുന്നത്. എനിക്കറിയാം ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് കാണും, എന്തുകൊണ്ട് റിംഗ് സ്പാനർ യൂസ് ചെയ്തോ ഇത്രയും കഷ്ടപ്പാടില്ലല്ലോ എന്ന്. ബ്രേക്ക് ലൈൻസിലൊന്നും നമുക്ക് ഒരിക്കലും ഒരു റിംഗ് സ്പാനർ യൂസ് ചെയ്യാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിംഗ് സ്പാനർ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇതൊരു ബ്രേക്ക് ലൈനിൽ കയറ്റാൻ കഴിയില്ല. ബ്രേക്ക് ലൈനിൽ കയറ്റണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കണം. ഫ്ലെയർനെറ്റ് സ്പാനറിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു റിംഗ് സ്പാനറിൻ്റെ 1 സൈഡ് കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അത് തന്നെയാണ് ഫ്ലെയർനെറ്റ് സ്പാനർ. പിന്നെ നമുക്ക് പരിചയപ്പെടാനുള്ള മറ്റൊരു ടൈപ്പാണ് ടി സ്പാനർ. ഈ സ്പാനറിൻ്റെ ഹാൻഡിലിന് ഒരു ടി ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ടി സ്പാനർ എന്ന് വിളിക്കുന്നത്. നമുക്കിതൊരു സെറ്റായിട്ട് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന 2-3 ടൈപ്പ് വാങ്ങിച്ചാൽ മാത്രം മതി. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ 8 mm, 10 mm, 12 mm ഈ 3 സൈസിലെ സ്പാനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. ഞാനിത് 3 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് 3 മാത്രം വാങ്ങിയത്. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്പാനേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ സ്പാനറുകൾ കൊണ്ട് മാത്രം നമുക്ക് എല്ലാ ഭാഗത്തും വർക്ക് ചെയ്യാൻ സാധിക്കില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എഞ്ചിൻ ബേ പോലുള്ള ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഏരിയസ് വർക്ക് ചെയ്യുന്ന സമയത്ത്, പിന്നെ ഒരുപാട് ടോർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അപ്പോഴൊന്നും നമുക്ക് ഈ ഒരു സാധാ ടൈപ്പ് സ്പാനർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് സോക്കറ്റ് സെറ്റ്സ്. സോക്കറ്റ് സെറ്റ്സ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 3 ടൈപ്സാണ്: 1/4 inch സോക്കറ്റ് സെറ്റ്, 1/2 inch സോക്കറ്റ് സെറ്റ് ആൻഡ് 3/4 inch സോക്കറ്റ് സെറ്റ്. നമുക്ക് ഈ 3 സോക്കറ്റ് സെറ്റ്സിലും ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന സോക്കറ്റ് സെറ്റ്സാണ് 1/4 inch, 1/2 inch. പക്ഷേ എന്ന് വെച്ചാൽ അതിനർത്ഥം നമുക്ക് 3/4 inch ആവശ്യമില്ലെന്നല്ല.
ചില റെയർ കേസുകളിൽ നമുക്ക് 3/4 ഇഞ്ചിൻ്റെ സോക്കറ്റ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ അതുപോലത്തെ ഒരു റെയർ സിറ്റുവേഷന് വേണ്ടി മാത്രം ഒരു 3/4 ഇഞ്ച് സോക്കറ്റ് സെറ്റ് വാങ്ങിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം 1/4 ഇഞ്ച് സോക്കറ്റ് സെറ്റ് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ഒരു 1/4 ഇഞ്ച് സോക്കറ്റ് സെറ്റ്. സോക്കറ്റ് സെറ്റുകളിലെ ഏറ്റവും ചെറിയ വെർഷനാണത്. കുഞ്ഞു കുഞ്ഞു യൂസിനൊക്കെ ബെസ്റ്റാണ് ഈ ഒരു 1/4 ഇഞ്ച് സോക്കറ്റ് സെറ്റ്. നമുക്കിനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത് നോക്കാം. നമുക്കിവിടെ 4mm മുതൽ 14mm വരെയുള്ള സോക്കറ്റ്സ് അവൈലബിൾ ആണ്. 4mm to 14mm വരെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കാറിലും ബൈക്സിലും ഉള്ള ചെറിയ ചെറിയ പല കാര്യങ്ങളും ഈ ഒരു സോക്കറ്റ് സെറ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി ഈ കാണുന്നതാണ് റാച്ചറ്റ്. ഈ റാച്ചറ്റിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളൊരു നോർമൽ സ്പാനർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പലതവണ ഉരിയുമിട്ടുമാണ് ആ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയസിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നേരെ മറിച്ച് നിങ്ങളൊരു റാച്ചറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ബോൾട്ട് ടൈറ്റ് ചെയ്യാനായാലും ലൂസ് ചെയ്യാനായാലും ജസ്റ്റ് ഈ റാച്ചറ്റ് ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്താൽ മാത്രം മതി. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ റാച്ചറ്റ് പല സിറ്റുവേഷൻസിലും നമ്മുടെ എഫേർട്ട് വളരെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കും. റാച്ചറ്റ്സിനെല്ലാം പൊതുവെ 2 മോഡുണ്ട്, ഒന്ന് ഫോർവേഡും ഒന്ന് റിവേഴ്സും. നമ്മൾ ഈ റാച്ചറ്റ് ഫോർവേഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോക്ക് വൈസ് നല്ല രീതിയിൽ കറക്കാൻ പറ്റും. എന്നാൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ റാച്ചറ്റിൻ്റെ ഹാൻഡിൽ മാത്രമായിട്ടൊന്ന് കറങ്ങും, പക്ഷേ സോക്കറ്റ് കറങ്ങില്ല. സെയിം ഇത് തന്നെയാണ് നമ്മൾ റിവേഴ്സ് മോഡിൽ വരുന്നത്. നമ്മൾ റിവേഴ്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. എന്നാൽ നമ്മൾ ക്ലോക്ക് വൈസ് കറക്കാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ മാത്രമേ കറങ്ങത്തുള്ളൂ, സോക്കറ്റ് കറങ്ങില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഏതോ റാച്ചറ്റും വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്ന 2 ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്. ഈ എക്സ്റ്റൻഷൻസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അയക്കേണ്ട നട്ടോ ബോൾട്ടോ എന്തെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയക്കകത്താണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഈ റാച്ചറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാൻഡിലിൻ്റെ കൂടെ ഈ എക്സ്റ്റൻഷൻസ് കണക്ട് ചെയ്ത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ കാണുന്നതിൻ്റെ പേരാണ് സ്പിന്നർ ഹാൻഡിൽ. ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു നോർമൽ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സോക്കറ്റ്സും യൂസ് ചെയ്യാൻ പറ്റും. ഇത് പല സിറ്റുവേഷൻസിലും നമ്മളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാൻഡിലാണ്. ഇനി അടുത്തതാണ് ഈ കാണുന്ന T ഹാൻഡിൽ. ഏകദേശം ഒരു ടീയുടെ ഷേപ്പ് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ T ഹാൻഡിൽ എന്ന് വിളിക്കുന്നത്. ഈ T ഹാൻഡിൻ്റെ അകത്തുള്ള ഈ റോഡ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് ടൈറ്റ് ഏരിയസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെയുള്ളതാണ് ഈ കാണുന്ന സംഭവം. ഇതിൻ്റെ പേരാണ് യൂണിവേഴ്സൽ ജോയിൻറ്റ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഈ യൂണിവേഴ്സൽ ജോയിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടികളൊക്കെ പണിയുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതായത് നമ്മൾ അഴിക്കാൻ പോണ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയൊക്കെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ എന്തെങ്കിലും തടസ്സം കാണും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ യൂണിവേഴ്സൽ ജോയിൻറ്റ് യൂസ് ചെയ്ത് ചെറിയ രീതിയിലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതായത് ഏകദേശം ഒരു 40-45 ഡിഗ്രിയൊക്കെ നമുക്ക് ഈ യൂണിവേഴ്സൽ ജോയിൻറ്റ് യൂസ് ചെയ്ത് ചരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ ജോയിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ചെറിയൊരു അലൻകീ സെറ്റ് കിട്ടും, പക്ഷേ നമുക്കത് അത്ര യൂസ് വരില്ല. പിന്നെ നമുക്കുള്ളതാണ് ഈ ഫ്ലെക്സിബിൾ എക്സ്റ്റൻഷൻ. ഇത് നമ്മുടെ യു ജോയിൻറ്റ് പോലെ തന്നെയാണ്. ഒരുപാട് ടൈറ്റ് ഏരിയസ് നമുക്കിത് വളച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലോട്ടുള്ള സോക്കറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെക്സ്, സ്ലോട്ടഡ്, ഫിലിപ്സ്, പോസി ഡ്രൈവ്, ടോർക്സ് അങ്ങനെ 5 വേരിയൻറ്റിലുള്ള സോക്കറ്റ്സ് അവൈലബിൾ ആണ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു നോർമൽ 1/4 ഇഞ്ച് സോക്കറ്റ് സെറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഒരു 1/2 ഇഞ്ച് സോക്കറ്റ് സെറ്റ് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ 1/2 ഇഞ്ച് സോക്കറ്റ് സെറ്റ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ 1/4 ഇഞ്ചിനേക്കാൾ ഒരുപാട് വലുതാണിത്. നമ്മുടെ കാറുകളും ബൈക്കുകളും എല്ലാം റിപ്പയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് 1/2 ഇഞ്ച് സോക്കറ്റ് സെറ്റാണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു കംപ്ലീറ്റ് സെറ്റൊന്നും അല്ല. ഇതിനകത്ത് പല കാര്യങ്ങളും മിസ്സിംഗ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് വാങ്ങുന്ന സമയത്ത് ഞാനിതൊരു സെറ്റായിട്ടല്ല വാങ്ങിച്ചത്. ഞാൻ ഓരോരോ പീസ് വെച്ചാണ് വാങ്ങിച്ചത്. കാരണം ഞാനിത് വാങ്ങുന്ന ടൈമിൽ എനിക്കത് നല്ലൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അന്നൊരു 1/2 ഇഞ്ച് സോക്കറ്റ് സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല റേറ്റ് വരും. പക്ഷേ ഇന്നങ്ങനെയല്ല, ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്തൊരു യൂണിവേഴ്സൽ ജോയിൻറ്റും ഒരു റാച്ചറ്റും ഇല്ല. അതില്ലാതെ ഞാൻ മിക്ക കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ചില സമയത്തൊക്കെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സെറ്റായിട്ട് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ 1/4 ഇഞ്ച് സോക്കറ്റ് സെറ്റുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അത് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇത് സൈസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ടൊരു കാര്യം വരുന്നത് ഈ ഒരു എൽ ഹാൻഡിലാണ്. ഈ എൽ ഹാൻഡിലിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ലിവറേജ് വേണ്ട സമയങ്ങളിൽ നമുക്കിതിൻ്റെ എക്സ്റ്റൻഷൻസ് കണക്ട് ചെയ്ത് വലിയൊരു ബ്രേക്കർ ബാർ പോലെ യൂസ് ചെയ്യാം. നിങ്ങളെൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാനിത് പല വീഡിയോസിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കൊരു 1/2 ഇഞ്ച് സോക്കറ്റ് സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ഒരു 3/4 ഇഞ്ച് സോക്കറ്റ് സെറ്റിനെ കുറിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഈ 3/4 ഇഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും യൂസ് വരുന്നൊരു സൈസല്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഈ 3/4 ഇഞ്ചിൻ്റെ സോക്കറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ റയറായിട്ടുള്ള ഇതുപോലെയുള്ള സിറ്റുവേഷൻസിന് വേണ്ടി മാത്രം ഒരു ഫുൾ സെറ്റ് വാങ്ങുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് സോക്കറ്റ് അഡാപ്റ്റേഴ്സ്. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ആകെ വേണ്ടത് ഒരു 38mm സോക്കറ്റാണ്.
38mm ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് വരുന്നത് 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ച് സോക്കറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും ഇതിനകത്ത് 1/2 ഇഞ്ച് സൂട്ടബിൾ ആവില്ല. 3/4 ഇഞ്ച് സോക്കറ്റിൽ നമുക്കൊരു 1/2 ഇഞ്ച് ഹാൻഡിൽസ് യൂസ് ചെയ്യാനായിട്ട് 3/4 ഇഞ്ച് ടു 1/2 ഇഞ്ച് അഡാപ്റ്റർ യൂസ് ചെയ്യാം. ഈ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/4 ഇഞ്ച് ഡ്രൈവ് വരുന്ന സോക്കറ്റ്സ് എല്ലാം തന്നെ ഒരു 1/2 ഇഞ്ച് ഹാൻഡിൽ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോക്കറ്റ് സെറ്റിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത ടൂൾസിലേക്ക് കിടക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന മറ്റൊരു ടൂളാണ് ഹെക്സ് കീ സെറ്റ് അഥവാ അലൻ കീ സെറ്റ്. നിങ്ങൾ ഈ സ്പോർട്സ് സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു ടൂളാണ് ഈ അലൻ കീ സെറ്റ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 200 to 250 റുപ്പീസിനകത്തേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഹെക്സ് കീ സെറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സ്ക്രൂ ഡ്രൈവേഴ്സിനെ കുറിച്ചാണ്. സ്ക്രൂ ഡ്രൈവേഴ്സ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് 2 ടൈപ്പാണ്, ഫ്ലാറ്റ് ഹെഡും ഫിലിപ്സ് ഹെഡും. ഇതിൽ ഫ്ലാറ്റ് ഹെഡും ഫിലിപ്സ് ഹെഡും നമുക്ക് 3 അളവിലുള്ളത് വേണം. അതായത് സ്മാൾ, മീഡിയം, ലാർജ് എന്നിങ്ങനെ 3 സൈസ് വേണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. ചില സമയത്ത് നിങ്ങൾക്ക് ഈ സ്ക്രൂ അഴിക്കാനൊക്കെ ഒരുപാട് ലെവറേജ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ലെവറേജ് വേണ്ട ടൈമുകളിൽ നമുക്ക് ഈ നീളം കൂടിയ വലിയ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാം. നിങ്ങൾ സ്ക്രൂ ഡ്രൈവർ സിംഗിൾ പീസായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഏകദേശം ഒരു 50 to 100 റുപ്പീസിനകത്തേ വരത്തുള്ളൂ ഒരു പീസിൻ്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അതാണ് സപ്പോർട്ടിംഗ് ടൂൾസ്. സപ്പോർട്ടിംഗ് ടൂൾസിനകത്ത് വരുന്നതാണ് നമ്മുടെ പ്ലെയേഴ്സും ഹാമേഴ്സും എല്ലാം. അപ്പോൾ നമുക്ക് ആദ്യം പ്ലെയേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾക്കിവിടെ പല രീതിയിലുള്ള പ്ലെയേഴ്സ് കാണാൻ പറ്റും. ഓരോ ടൈപ്പും ഓരോ സ്പെസിഫിക് യൂസിന് വേണ്ടി ഉള്ളതാണ്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ പേരാണ് ലോക്കിംഗ് പ്ലെയർ അഥവാ വൈസ് ഗ്രിപ്പ് പ്ലെയർ. ഈ പ്ലെയറിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒബ്ജക്റ്റിനെയോ മറ്റോ ഒക്കെ ലോക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടിയാണ് ഈ പ്ലെയർ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഒരു ബോൾട്ട് അത് ഒരുപാട് തുരുമ്പിച്ച് അതിൻ്റെ കോൺടാക്റ്റിൽ പോയിട്ടൊക്കെ ഡാമേജ് ആയി പോയി. നമുക്കിനി അതിനകത്ത് ഒരിക്കലും ഒരു സ്പാനർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ലോക്കിംഗ് പ്ലെയർ വെച്ച് അതിൻ്റെ ഹെഡ് ലോക്ക് ചെയ്ത് പിടിക്കാം. ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് അത് ഊരിയെടുക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് ഈ കാണുന്ന കോമ്പിനേഷൻ പ്ലെയർ. ഇതൊരു പക്ഷേ നിങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള പ്ലെയർ ആയിരിക്കും. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് പ്ലെയർ ആണ്. ഇതിനെ കോമ്പിനേഷൻ പ്ലെയർ എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് 2-3 ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഗ്രിപ്പ് ചെയ്ത് പിടിക്കാനും കട്ട് ചെയ്യാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ കോമ്പിനേഷൻ പ്ലെയർ എന്ന് വിളിക്കുന്നത്. ഇതും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് അടുത്ത പ്ലെയറിലോട്ട് നോക്കാം. അതാണ് സർക്ലിപ്പ് പ്ലെയർ. ഈ സർക്ലിപ്പ് പ്ലെയറിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ പല പാർട്സിലും ഒരു സർക്ലിപ്പ് ഒരു ലോക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സർക്ലിപ്സ് ഒക്കെ അഴിക്കാനായിട്ടാണ് ഈ സർക്കിൾ പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പരിചയപ്പെടാനുള്ള മറ്റൊരു ടൈപ്പാണ് കട്ടിംഗ് പ്ലെയർ. കട്ടിംഗ് പ്ലെയറിൻ്റെ യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെയാണ്. നമ്മുടെ വയറൊക്കെ കട്ട് ചെയ്യാനാണ് ഈ കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ബേസിക് ടൈപ്സ് എന്ന് പറയുന്നത്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ പറയുന്നൊന്നുമല്ല. പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഞാനിവിടെ പറയുന്ന ഈ വീഡിയോ ഒരുപാട് ലെങ്തിയെ പോകത്തേ ഉള്ളൂ. മാത്രമല്ല ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാട് കയറി പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്കത് ബോറാവും. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ സെക്ഷനും ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുന്നത്. പ്ലെയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഹാമേഴ്സിനെ കുറിച്ചാണ്. ഒരു ഹാമറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഹാമേഴ്സ് നമുക്ക് മെയിൻലി 2 ടൈപ്പാണ് വേണ്ടത്. ഒന്ന് നമ്മുടെ സാധാ യൂസ് ചെയ്ത മെറ്റൽ ഹാമറും, രണ്ടാമത്തത് ഒരു റബ്ബർ ഹാമർ അഥവാ ഒരു സോഫ്റ്റ് ഫേസ് ഹാമർ. ഈ റബ്ബർ ഹാമറിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സിറ്റുവേഷൻസിലൊക്കെ ഈ ഒരു മെറ്റൽ ഹാമർ യൂസ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം നമുക്ക് ഒരുപാട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലൊക്കെ തട്ടേണ്ടി വരും. അപ്പോൾ അവിടേക്ക് ഒരു മെറ്റൽ ഹാമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അപ്പോഴേ പൊട്ടിപ്പോത്തേ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ റബ്ബർ ഹാമർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടൂൾസിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞ് ഐഡിയെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിക്കാണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ വീഡിയോ ഇവിടെ തീരുവല്ല. ഇനിയും ടൂൾസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട്. പക്ഷേ ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിർത്തുവാണ്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും പറഞ്ഞുതരാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നവരെ ബൈ.